അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 110-ാമത്തെ സൂറയായ സൂറ അൻ-നസ്ർ ആണ് നാം പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു നസ്റിൻ്റെ ആമുഖം പറഞ്ഞു. സൂറത്തു നസ്റിലെ പാരായണ ശൈലിയെക്കുറിച്ചും നാം പരാമർശിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് സൂറയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സൂറയിൽ ആദ്യത്തെ 2 സൂക്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള 3 ഓഫറുകളാണ്, 3 വാഗ്ദാനങ്ങളാണ്. സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന 3 വാഗ്ദാനങ്ങൾ. 3-ാമത്തെ സൂക്തത്തിൽ 3 കൽപ്പനകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ആയത്തുകളൊരു സസ്പെൻസിൻ്റെ ശൈലിയിലാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത് തന്നെ. ഇതാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തായിരുന്നു ഇതാ? ആയാൽ അല്ലേ? നേരത്തെ നമ്മൾ 2 പ്രാവശ്യം പഠിച്ചു കേട്ടോ. ഇതാ എവിടെയൊക്കെയാണ്? സൂറത്തുൽ ഫലക്കിലാണ് പഠിച്ചത്. ഇതാ വഖബ്, ഇതാ ഹസദ് അല്ലേ? ഇതാ ആയാൽ, സംഭവിച്ചാൽ. ഇതാ ജാ, ഇവിടെ ജാ വന്നു എന്നാണ്. അപ്പോൾ പോയി എന്നെങ്ങനെ പറയും? ദഹബ പോയി. ഇതാ ജാ വന്നാൽ. നസ്റുല്ലാഹ്, നസ്ർ സഹായം. നസ്റുല്ലാഹി അള്ളാഹുവിൻ്റെ സഹായം. അതൊരു സ്റ്റൈലാണ് പറയുന്ന. നസ്റുല്ലാ അള്ളാഹുവോട് കണക്ട് ചെയ്തിട്ട്. റസൂലുല്ലാഹി അള്ളാഹുവിൻ്റെ റസൂല്. ബൈത്തുല്ലാഹി അള്ളാഹുവിൻ്റെ ബൈത്ത് അല്ലേ? ആ ശൈലിയിൽ. ഇദാ ജാ നസ്റുല്ലാഹി അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തിയാൽ. വൽ ഫത്ഹ് അതോടൊപ്പം വൽ ഫത്ഹ് വിജയവും വന്നെത്തിയാൽ. 2 ഓഫറായി. അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നെത്തിയാൽ. അടുത്ത ആയത്ത് വ അതോടൊപ്പം റഅയ്ത, റഅ കണ്ടു എന്നാണ് അർത്ഥം. അന്ത നീ എന്നാണ്. റഅയുടെ കൂടെ അന്തയിലെ ത കണക്ട് ചെയ്യാണ്. റഅയ്ത നീ കാണുകയും ചെയ്താൽ. അന്നാസ് ജനങ്ങളെ. അന്നാസ് നമ്മൾ പഠിച്ചതല്ലേ? ഒരു സൂറയുടെ പേര് തന്നെ അന്നാസ് ആണ് അല്ലേ? റഅയ്ത അന്നാസ് ജനങ്ങളെ നീ കാണുകയും ചെയ്താൽ. എങ്ങനെ? യദ്ഖുലൂൻ, ദഖല പ്രവേശിച്ചു എന്നാണ്. അകത്തേക്ക് കടക്കുകയാണ്, പ്രവേശിക്കാം. അപ്പോൾ പുറപ്പെടുന്നതിന് എന്ത് പറയും? ഖറജ എന്ന് പറയും അല്ലേ? അപ്പോൾ എൻട്രൻസിന് ദുഖൂൽ എന്നാണ് പറയാം, എക്സിറ്റിന് ഖുറൂജ് എന്നാണ് പറയാം. യദ്ഖുലൂൻ അവർ പ്രവേശിക്കുന്നു. വറഅയ്ത അന്നാസ യദ്ഖുലൂൻ ജനങ്ങൾ പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ. എവിടെ? ഫി ഇൽ ദീനില്ല, അള്ളാഹുവിൻ്റെ ദീനിൽ. അല്ലദീ യുവസ്വിസു ഫീ, നമ്മൾ ഫീ പഠിച്ചതാണ്. അതേ ഫീ ആണ്. ഇൽ ഫി ദീനില്ല, അള്ളാഹുവിൻ്റെ ദീനിൽ പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ല. എങ്ങനെ? അഫ്വാജ കൂട്ടം കൂട്ടമായിട്ട്. ഫൗജ് സംഘം എന്നാണ് അർത്ഥം. അഫ്വാജ് സംഘം സംഘമായിട്ട് ഇങ്ങനെ ജനങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രവേശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ 3 ഓഫറായി അല്ലേ? എന്തൊക്കെയാണ്? 1 അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തിയാൽ. 2 അള്ളാഹുവിൻ്റെ നിന്നുള്ള വിജയം വന്നെത്തിയാൽ. 3-ാമത്തേത് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് അള്ളാഹുവിൻ്റെ ദീനിൽ പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ എന്നാണ്. വമ്പിച്ച ഓഫറാണ്. അപ്പോൾ റസൂൽ എന്ത് ചെയ്യണം എന്നത് അടുത്ത ആയത്തിൽ പരാമർശിക്കുന്നുണ്ട്. നമുക്ക് ഈ 2 ആയത്തുകൾ വിശകലനം ചെയ്യാം. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നെത്തിയാൽ. എന്തായിരിക്കും അള്ളാഹുവിൻ്റെ സഹായം? അള്ളാഹുവിൻ്റെ സഹായം അല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലവും അനുഭവിക്കുന്നത് അല്ലേ? ഒരുപാട് സഹായങ്ങൾ, ഹെൽപ്പ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ദീനീ പ്രവർത്തനങ്ങളിൽ അവിടത്തേക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കും കിട്ടൂലേ? സത്യത്തിൻ്റെ വഴിയിലാണെങ്കിൽ അള്ളാഹു സഹായിക്കും, ഉറപ്പാണ്.
പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഒടുവിൽ സഹായം അതിൻ്റെ കൂടെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽക്കങ്ങോട്ട് ഓരോ ഘട്ടത്തിലും അത് കാണാം അല്ലേ. ഖുറൈശി ഗോത്രത്തിൽ, ഹാഷിം കുടുംബത്തിൽ റസൂലുള്ള ജനിച്ചു എന്നത് അള്ളാഹുവിൻ്റെ സഹായമാണ്. ഒരുപക്ഷെ അനാഥനായി പിറന്നതുപോലും, കാരണം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് സത്യമാർഗത്തിൽ വാപ്പ ഒരു തടസ്സമായിരുന്നു അല്ലേ. അങ്ങനെ ഒരു തടസ്സം റസൂലുള്ള അനുഭവിക്കുന്നില്ല. അതുപോലും സഹായമാണ് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ അള്ളാഹു റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ, പരീക്ഷണങ്ങളോടൊപ്പം തന്നെ ആ സത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ അള്ളാഹു ഒരുക്കി കൊടുക്കുന്നില്ലേ. പിന്നീട് ഒരുപാട് പ്രതിരോധ പോരാട്ട വിജയങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ. വഹയ് ഏറ്റവും വലിയ സഹായമാണ് അല്ലേ. അള്ളാഹുവിൻ്റെ ദൂതരായിട്ട് തിരഞ്ഞെടുത്തു എന്നത്, ഏറ്റവും നല്ല വ്യക്തിത്വം, നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് റസൂലുള്ളാഹിനെ വളർത്തിയത്, ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ കാണാം. വൽ ഫത്ത്, വിജയവും വന്നെത്തിയാൽ. എന്താ വിജയം? ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണ വിജയം തന്നെയാണ്. ചിലരതിനെ ഫത്ഹ് മക്ക, മക്ക വിജയം എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ശരിയാണ്, അത് ഒരു പ്രധാന ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്, ഒരു മൈൽ സ്റ്റോൺ ആണ് അല്ലേ. അതേസമയം ഈ സൂറ ഇറങ്ങുന്നത് അതിനൊക്കെ ശേഷമല്ലേ. പിന്നീട് എന്തൊക്കെ നടക്കുന്നു? ഹജ്ജത്തുൽ വദാ ഉണ്ടാവുന്നു അല്ലേ. ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് വരുന്ന സംഭവമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എല്ലാ വിജയവും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. മദീനയിലേക്ക് എത്തുമ്പോൾ അവിടെ നസർ, സഹായമായിട്ട് അൻസാരികൾ റസൂലിനെ സ്വീകരിക്കുന്നു, അവിടുത്തെ ഭരണാധികാരിയാക്കുന്നു, മുഹാജിറുകളെ സ്വീകരിക്കുന്നു, അങ്ങനെ സഹായം. ഇങ്ങനെ മൊത്തത്തിൽ വിജയം മാത്രമാണ് അല്ലേ. ഹുദൈബിയ സന്ധി പ്രത്യക്ഷത്തിൽ തികച്ചും എതിരായിരുന്നു, എന്നാൽ പിന്നീട് അനുകൂലമായിട്ട് മാറുന്നു. ഇതൊക്കെയാണ്. പിന്നെ മൂന്നാമത്തേത് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ഇടിച്ചു കയറാണ്. അതേതാ സന്ദർഭം? ഫത്ഹ് മക്ക, ഹിജ്റ ഏത് വർഷത്തിലാണ്? 8-ാം വർഷത്തിലാണ്. അത് കഴിഞ്ഞ് ഹിജ്റ 9-ാം വർഷമായപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാം? അറേബ്യയിൽ ഒരുപാട് ഗോത്രങ്ങൾ അവരുടെ നേതാക്കന്മാരുടെ കൂടെ വന്ന് റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് അനുസരണ പ്രതിജ്ഞ ചെയ്തു. അനുസരണ പ്രതിജ്ഞയ്ക്ക് എന്താ പറയുക അറബിയിൽ? ബൈഅത്ത് എന്ന് പറയും. ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിജ്റ 9-ാം വർഷത്തിന് ഒരു പേര് തന്നെ ഉണ്ട് ചരിത്രത്തിൽ, ആമുൽ വുഫൂദ് എന്നാണ്, പ്രതിനിധി സംഘങ്ങളുടെ വർഷം. ഡെലിഗേറ്റ്സ് ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പല ഭാഗത്തുനിന്നും. കാരണം ഇസ്ലാം വിജയിച്ചു, അറേബ്യയിൽ എല്ലാ ഭാഗത്തും ഇസ്ലാം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ലേ, വിജയിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ കൂടെ ആളുകൾ കൂടും. നല്ല ഉദ്ദേശത്തോടെ ഉണ്ടാവും, ദുരുദ്ദേശത്തോടെയും ചിലപ്പോൾ ആൾക്കാർ കയറി കൂടിയെന്നിരിക്കും അല്ലേ. അങ്ങനെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഇടിച്ചു കയറി. വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ഈ ഘട്ടത്തിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന 3 കൽപ്പനയാണ് അടുത്ത ആയത്ത്. അതിനാൽ, മൂന്നാമത്തെ ആയത്ത് സബ്ബിഹ്, സബ്ബഹ യുസബ്ബിഹു, പ്രകീർത്തിക്കുക, വിശുദ്ധപ്പെടുത്തുക എന്നൊക്കെയാണ്. സബ്ബിഹ് അതിൻ്റെ കൽപ്പനയാണ്. അതിനാൽ നീ പ്രകീർത്തിക്കുക, വാഴ്ത്തിപ്പറയുക, വിശുദ്ധപ്പെടുത്തുക. ബിഹംദ്, ഹംദ് നേരത്തെ നമ്മൾ പഠിച്ചല്ലേ, അൽ ഫാത്തിഹയിലെ സ്തുതിയാണ്. ബിഹംദ് സ്തുതിച്ചുകൊണ്ട്, റബ്ബിക നിന്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുക. അതോടൊപ്പം ഇസ്തഗ്ഫറ പാപമോചനം തേടുക, ഇസ്തഗ്ഫിർ പാപമോചനം തേടുകയും ചെയ്യുക, കൽപ്പനയാണ്. നീ പാപമോചനം തേടുക. ആരോട്? ഹു അവനോട്, അള്ളാഹുവോട്. ഇന്നഹു നിശ്ചയം അവൻ, അള്ളാഹു, കാന ആകുന്നു, തവ്വാബ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. പാപമോചനം തേടുന്ന ആളുകളെ സ്വീകരിക്കുന്നവനാണ്. ജനങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ, താബ എന്ന് പറഞ്ഞാൽ ശരിക്കും മടങ്ങുക എന്നാണ്. അള്ളാഹു അവരിലേക്കും മടങ്ങും, ആ നിലയിൽ നിങ്ങളിലേക്ക് വരുന്നവനാണവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ സൂറ പൂർണ്ണമാകുന്നത്. അപ്പം മൂന്നാമത്തെ ആയത്തിൽ 3 കൽപ്പനകളാണ് അല്ലേ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, താങ്കളുടെ നാഥനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കണം. അവിടെ തസ്ബീഹ് എന്ന് പറയും, സുബ്ഹാനല്ലാഹ്,
അപ്പോൾ തഹ്മീദ് അൽഹംദുലില്ലയാണ് അല്ലേ, ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാ, അങ്ങനെയാണ് വരുന്നത്. പിന്നെ തക്ബീറുണ്ട്, അള്ളാഹു അക്ബറാണത് അല്ലേ. പിന്നെ ഒന്ന് തഹ്ലീലാണ്. തഹ്ലീലിന് എന്താ പറയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും അല്ലേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഇങ്ങനെയൊക്കെ ദിക്റുകളില്ലേ എന്ന പോലെ. ഇവിടെ ഈ 3 കൽപ്പനകൾ എന്താണ്? അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തുക എന്ന് പറയുമ്പോൾ എനിക്കൊരുപാട് പോരായ്മകളുണ്ട്, എന്നാൽ അള്ളാഹുവോ അവൻ ഏറ്റവും വിശുദ്ധനാണ്, പൂർണ്ണതയുള്ളവനാണ് എന്ന് അംഗീകരിക്കാം. ബിഹംദി റബ്ബിക്, ഹംദ് കൊണ്ട് ഉദ്ദേശം അള്ളാഹുവെ സ്തുതിക്കുക, അവനോട് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാറിൻ്റെ ഉദ്ദേശം എന്താണ്? 23 വർഷക്കാലം ഇല്ലേ പ്രവർത്തിക്കുന്നു, എവിടെയെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹിക്ക് തെറ്റ് പറ്റോ? ഒരിക്കലുമില്ല. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായതെല്ലാം പൊറുക്കപ്പെട്ട ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അതേ സമയത്ത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് റസൂൽ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് ഖുർആൻ തന്നെ കൽപ്പിക്കുന്നുണ്ട്. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നുണ്ട്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണയെങ്കിലും ഓരോ ദിവസവും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു. അപ്പോൾ പാപം സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത, നമ്മൾ പാപമോചനം തേടണം എന്ന് നമ്മെ പഠിപ്പിക്കുക എന്നതൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഈ ആയത്തിൽ വലിയൊരു ആശയമുണ്ട്. എന്താണെന്നറിയാം? വിജയിയുടെ സംസ്കാരം എന്തായിരിക്കണം? ഇപ്പോൾ റസൂൽ 23 കൊല്ലം കൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ രൂപപ്പെടുത്തി, ഇസ്ലാമിക രാഷ്ട്രത്തെ പണിതെടുത്തു. 100,000-ൽ പരം അനുയായികളായി അറേബ്യ മുഴുവൻ ഇസ്ലാമിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ റസൂല് വിജയിയായിരിക്കുന്നു. 10,000 സഹാബാക്കളുടെ കൂടെ റസൂല് ഫത്ഹ് മക്കയിലേക്ക് മാർച്ച് ചെയ്തില്ലേ, വിജയിച്ചു. ആട്ടിപ്പുറത്താക്കിയ നാട്ടിലേക്ക് വിജയിയായിട്ട് തിരിച്ചു വന്നു. ഇനി റസൂൽ എന്ത് ചെയ്യണം എന്നതാണ് ചോദ്യം. സാധാരണഗതിയിൽ വിജയിച്ചാൽ എന്താ സംഭവിക്കുക? ഒരാൾ പ്രധാനമന്ത്രി, മറ്റാൾ പ്രസിഡന്റ്, ഇന്നാൾ രാഷ്ട്രപിതാവ്, ഇങ്ങനെയൊക്കെ തീരുമാനിക്കും അല്ലേ. പക്ഷെ റസൂലുള്ളാഹിയോട് അള്ളാഹു പറയുന്നത് തിരിച്ചു പോകാൻ ഒരുങ്ങുക എന്നാണ്, കൂടുതൽ വിശുദ്ധി പ്രാപിക്കണം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളിൽ ഇപ്പോൾ +1 പഠിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, 10th ഫുൾ A+ കിട്ടി ജയിച്ചപ്പോൾ അല്ലെങ്കിൽ പാസ്സായപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്തത്? കേക്ക് വാങ്ങാൻ ഓടിയോ ബേക്കറിയിലേക്ക്? അതിനാണ് സാധ്യത കൂടുതലല്ലേ. നിങ്ങളിൽ ആരെങ്കിലും ആ സമയത്ത് ഉടനെ റിസൾട്ട് അറിഞ്ഞ ഉടനെ അകത്തേക്ക് പോയിട്ട് വുളു ചെയ്ത് 2 റക്അത്ത് സ്വലാത്തു ശുക്ർ എന്ന നിലയ്ക്ക് നിസ്കരിച്ചോ? ഉണ്ടാവും. നല്ല മിടുക്കരായ മക്കൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ആലോചിച്ച് നോക്കി, എത്ര പേർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഒരു വിജയം കൈവന്നാൽ ഉടനെ അള്ളാഹുവെ ഓർത്ത് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് ഇസ്ലാമിലെ വിജയിയും മറ്റ് വിജയികളും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. ഇത് വേറിട്ടൊരു സംസ്കാരമാണ്. നമ്മൾ ഫലസ്തീനിലെ ഗസയിലെ പ്രതിരോധ പ്രവർത്തനം നടത്തുന്ന സംഘത്തെ കാണുന്നില്ലേ? അതേസമയം അവിടെ അധിനിവേശം ചെയ്യുന്ന ഇസ്രയേലിനെ നമ്മൾ കാണുന്നുണ്ട്. ആ 2 സംസ്കാരങ്ങൾ കണ്ടില്ലേ? കരാറിൽ ഏർപ്പെട്ടു, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും പലതും പറഞ്ഞ് അവർ ഫലസ്തീനികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, കരാർ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുപക്ഷത്തോ അവരങ്ങേയറ്റത്തെ സംയമനത്തോടെ ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. രണ്ടും 2 സംസ്കാരങ്ങളാണല്ലേ ശരിക്കും. അതാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. പോരാട്ട വഴിയിൽ അബദ്ധങ്ങൾ സംഭവിക്കാം, അതിന് അള്ളാഹുവിലേക്ക് മടങ്ങും. സാധാരണ പറയും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. ലക്ഷ്യം നല്ലതാണെങ്കിൽ ഏത് മാർഗവും സ്വീകരിക്കാം. ഇസ്ലാം അങ്ങനെയല്ല. ലക്ഷ്യം നല്ലതാണെങ്കിൽ നാം അതിന് സ്വീകരിക്കുന്ന മാർഗവും ഏറ്റവും നല്ലതായിരിക്കണം. അങ്ങനെ ജീവിച്ചിട്ട് ഒടുവിൽ അള്ളാഹുവോട് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സൂറ അവതരിച്ചതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ചൊല്ലിക്കൊണ്ടിരുന്ന ദിക്ർ ഏതാണെന്നറിയാം? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹു നീ എത്ര പരിശുദ്ധനാണ്, വബിഹംദിക് നിന്നെ സ്തുതിച്ചുകൊണ്ട്, അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹു എന്നോട് നീ പൊറുക്കണമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഇലും സുജൂദിലും ഈ ദിക്ർ കൂടി ചൊല്ലാറുണ്ടായിരുന്നു.
സാധാരണ നമ്മൾ റുക്കോയിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലും. അത് ഖുർആനിലെ ഒരായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സുജൂദിലോ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് ചൊല്ലും. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഈ സൂറ അവതരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്നാണ് കൂടുതലായും ചൊല്ലിക്കൊണ്ടിരുന്നത്. മാത്രമല്ല അള്ളാഹുലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാൾ ഇന്ന നാളിൽ മരണപ്പെടും എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും മാനസികാവസ്ഥ? ഈ സൂറ അവതരിച്ചതിന് ശേഷം 81 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ അതിൽ കുറഞ്ഞ ദിവസമോ ആണ് അവിടുന്ന് ജീവിച്ചത് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി അള്ളാഹുവുമായി അടുത്ത് തിരിച്ചു പോകാനുള്ള ആ വെമ്പലിലായിരുന്നു. പിന്നീട് നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആവണ്ടേ? അള്ളാഹുവെ ഓർത്ത് പടച്ചവനിലേക്ക് തിരിച്ചു ചെല്ലാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും കൊതിയും കൊണ്ട് നടക്കുന്ന അവസ്ഥ. അതാണ് സൂറത്തുൻ നസ്റിൻ്റെ ആശയം. അപ്പം ശരിക്കും ഒരേ സമയത്ത് സന്തോഷവും സങ്കടവും പകർന്നു തരുന്ന എമോഷണലായ വൈകാരികമായൊരു സൂറയാണല്ലേ സൂറത്തുൻ നസ്ർ. അല്ലാഹുവേ, നിൻ്റെ പ്രവാചകൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര ത്യാഗമാണ് സഹിച്ചത് നാഥ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിൻ്റെ ജന്നാത്തിൽ നാളെ ഞങ്ങളെയും ഒരുമിച്ച് ചേർക്കണേ നാഥ. ഇതേപോലെ ജീവിത വിശുദ്ധിയോടുകൂടി പരിപൂർണമായും നിന്നിലേക്ക് മടങ്ങിയവരായി തിരിച്ചെത്തുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണേ നാഥ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.